ഒരു വർഷം കഴിഞ്ഞാൽ ഞാൻ എന്തായാലും രാജിവെക്കും. പിന്നെ വേറെ കമ്പനി. എൻ്റെ സ്കിൽസ് വെച്ച് ജോലി കിട്ടാനാണ് പാട്. ഇപ്പോൾ 9 to 5 ജോലി ചെയ്യുന്നവരുടെ ഇടയിൽ കേട്ടുവരുന്ന ഒരു പ്രത്യേകതരം ടോക്കാണ്, പ്രത്യേകിച്ച് ജെൻസികളുടെ ഇടയിൽ. ഇതൊരു നല്ല കരിയർ സ്ട്രാറ്റജിയാണോ? ലെറ്റ്സ് ഡിസ്കസ്. മൈക്രോ മാനേജ്മെന്റ്, ടോക്സിക് വർക്ക് കൾച്ചർ, ശമ്പളം തരാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള കമ്പനികളുണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഗ്രോത്ത് ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്യണം. പക്ഷേ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് നല്ല മാനേജ്മെന്റും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസും സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള വർക്ക് അറ്റ്മോസ്ഫിയറും ഉണ്ടായിട്ടും റാൻഡം ഇൻസ്റ്റഗ്രാം അഡ്വൈസേഴ്സും ലിങ്ക്ഡിൻ പോസ്റ്റും കണ്ട് ഞാൻ എന്തായാലും ഒരു വർഷം കഴിഞ്ഞ് രാജിവെക്കും എന്ന് പറയുന്നവരെ കുറിച്ചാണ്. ആക്ച്വലി അതൊരു വൈസ് ഡിസിഷൻ ആണോ? ഇങ്ങനെ ലീവ് ചെയ്ത് റിഫ്രഷ് അടിക്കുമ്പോൾ അവർക്ക് നല്ലൊരു കരിയർ ഗ്രോത്ത് കിട്ടുന്നുണ്ടോ? ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ആ ജോലിക്ക് പുറമെ ആ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കണം, അതിന്റെ ഇൻഡസ്ട്രിയൽ പോസിബിലിറ്റീസ് മനസ്സിലാക്കണം. നിങ്ങൾ കാരണം ആ കമ്പനി വളരുന്നുണ്ടോ, ആ കമ്പനി കാരണം നിങ്ങളുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ആകുന്നുണ്ടോ എന്നതും നോക്കും. ഇതൊന്നും നോക്കാതെ രാവിലെ വരുന്നു, തന്നിരിക്കുന്ന ടാസ്കുകൾ ചെയ്യുന്നു, പോകുന്നു. ഇങ്ങനെയുള്ളവരെല്ലാം വളരെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യപ്പെടുന്നവരാണ്. ഇവരെ ഒരു വർഷം കഴിഞ്ഞ് തന്നെ പോകണമെന്നില്ല, കമ്പനി തന്നെ ഇവരെ റീപ്ലേസ് ചെയ്യും. കാരണം ഇപ്പോൾ എല്ലാ ഇൻഡസ്ട്രികൾക്കും വേണ്ടത് കണ്ടിന്യൂസ് ആയി അപ്സ്കിൽ ചെയ്യുകയും ലേൺ ചെയ്യുകയും ചെയ്യുന്ന ആളുകളെയാണ്. ഉദാഹരണത്തിന് നമ്മുടെ സ്മെക് ലാബ്സിൽ തന്നെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ കോഴ്സ് പഠിച്ച് ജോലിക്ക് കയറിയവരെ കുറിച്ച് നോക്കാം. ഉള്ളത് പറഞ്ഞാൽ ഓരോ കമ്പനിയുടെയും വീക്ക്ലി ഹയറിംഗ് റിക്വയർമെന്റ്സ് 200-ൽ കൂടുതലാണ്. അത്രയധികം ആളുകളെയാണ് ഇവിടെ ജോലിക്കെടുക്കുന്നത്. പക്ഷേ അതിനർത്ഥം വരുന്നവരെ എല്ലാം ജോലിക്കെടുക്കുമെന്നല്ല, അതിൽ നിന്നും അപ്സ്കിൽ ചെയ്യാനും ഗ്രോ ചെയ്യാനും കമ്മിറ്റ്മെന്റ് ഉള്ളവരെയാണ് ജോലിക്കെടുക്കുക. അതുപോലെ തന്നെ ഈ വർക്ക് സൈറ്റ്സ്, ഇന്നിപ്പോ കേരളമാണ് വർക്ക് ലൊക്കേഷൻ എങ്കിൽ നാളെ മുംബൈ ആയിരിക്കും. അപ്പോൾ നേരെ ഫ്ലൈറ്റ് പിടിച്ച് മുംബൈ പോകണം. പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ കോഴ്സിന്റെ അഡ്വാൻസ്ഡ് കോഴ്സായ ഷിപ്പ് ഓട്ടോമേഷൻ എഞ്ചിനീയർ കോഴ്സിലേക്ക് വരുമ്പോൾ 9 to 5 ഓഫീസ് ഡെസ്ക് ജോലിക്ക് പകരം അവർ സ്മൂത്തായി ട്രാവലൊക്കെ ചെയ്താണ് വർക്ക് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങളുടെ ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് നിങ്ങൾ അഡാപ്റ്റ് ആവണം. നിങ്ങൾ വളരുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റും ഗ്രോ ആണ്. അല്ലെങ്കിൽ എഐക്ക് പകരം ഹ്യൂമൻസ് തന്നെ നിങ്ങളെ റീപ്ലേസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കും.